മാലയൊക്കെ നിർത്തിക്കളഞ്ഞത് വല്ലാത്ത വിഷമായി പോയി. എന്തൊരു സുന്ദര കാലഘട്ടമായിരുന്നു അത്. ആ പറഞ്ഞ കേക്ക്. എന്നിട്ട് ഞാൻ എന്റെ കമന്റ് പറയാം. അന്ന് കേട്ടോ നിങ്ങൾ. മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. അതേ മാലയുടെ കാലം, മൗലിദിന്റെ കാലം എത്ര സുന്ദരമായ കാലമാണ്. അതേ എത്ര നോട്ടുകൾ കിട്ടിയ കാലമാണ്, എത്ര ഭക്ഷണം കിട്ടിയ നല്ല കാലമാണ്. ആ സുന്ദരമായ നല്ല കാലം കഴിഞ്ഞു പോയല്ലോ നമുക്ക് എന്ന് ഓർത്തുകൊണ്ട് ഖേദിക്കുകയാണ് സഖാഫി. ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, ആ നല്ല കാലം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ. നാണമില്ലേ സഖാഫിമാരെ നിങ്ങൾക്ക്? പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോയി തന്റെ ഭാര്യ പ്രസവമുറിയിലേക്ക് കയറ്റിയപ്പോൾ, ലേബർ റൂമിലേക്ക് കയറ്റിയപ്പോൾ